എം ടി ആണ് എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ പ്രചോദിപ്പിച്ച ഏറ്റവും വലിയ ഗുരു കേന്ദ്രം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ മാഷായിരുന്ന കുട്ടിക്കൃഷ്ണൻ മേനോൻ മാഷാണ് എനിക്ക് എം ടിയുടെ രക്തം പുരണ്ട മൺതരികൾ എന്ന പുസ്തകം വായിക്കാൻ തന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അദ്ദേഹം എം ടിയുടെ ബന്ധുവും ആരാധകനുമായിരുന്നു. നമ്മുടെ അട്ടേക്കുന്നത്ത് നിന്ന് നോക്കിയാൽ ദൂരെ നരിമാളം കുന്ന് കാണാം. നരിമാളം കുന്നിൻ്റെ അപ്പുറത്താണ് എം ടിയുടെ കൂടല്ലൂർ എന്ന് ആദ്യം എനിക്ക് പറഞ്ഞു തന്നതും കുട്ടികൃഷ്ണ മേനോൻ മാഷാണ്. രക്തം പുരണ്ട മൺതരികൾ വായിച്ച് അട്ടേക്കുന്നത്ത് നിന്ന് ദൂരെ നരിമാളൻ കുന്നിനപ്പുറം കാണാൻ കഴിയാത്ത കൂടല്ലൂരിലേക്ക് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. പിന്നീടാണ് ഞങ്ങളുടെ നാട്ടിൽ നിർമ്മാല്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. എം ടി തിരക്കഥ എഴുതി എം ടി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ്. അതിനാണ് അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ കിട്ടിയത്. PJ ആൻ്റണി ഭരത് അവാർഡ് നേടിയതും ആ സിനിമയിലാണ്. ഞാനന്ന് 8ാം ക്ലാസ് പഠിക്കുകയാണ്. ക്ലാസ് കട്ട് ചെയ്ത് അന്ന് ഈ സിനിമയുടെ ചിത്രീകരണം കാണലായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഭവം. എം ടിയുടെ ചുറ്റും ഇങ്ങനെ നടക്കും. എം ടി ആയിരുന്നു ഞങ്ങളുടെ താരം. അന്ന് അതിപ്രശസ്തരായ താരങ്ങളും അതിലില്ല. PJ ആൻ്റണി, കവിയൂർ പൊന്നമ്മ, പുതുമുഖങ്ങളായിരുന്ന സുമിത്ര, രവി മേനോൻ, സുകുമാരൻ എന്നിവരൊക്കെയാണ്. പക്ഷേ എം ടി ആയിരുന്നു എൻ്റെ താരം. ഞാൻ പറയാറുണ്ട്, മലയാളികൾക്ക് ആനയെ കണ്ടാലും കടൽ കണ്ടാലും എം ടിയെ കണ്ടാലും മതിയാവുകയില്ല. ആനയെയും കടലിനെയും എം ടിയെയും കണ്ടാൽ മതിയാവാത്തവരാണ് മലയാളികൾ. അങ്ങനെയുള്ള ആ എം ടിയെ അന്ന് കാണുക മാത്രമല്ല, അന്ന് ഞങ്ങളോട് എം ടി പറഞ്ഞു, കുട്ടികൾക്കൊക്കെ അവസരം തരാം, സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞു. അഭിനയിച്ചു. പൂരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ആൾക്കൂട്ടം ചിത്രീകരിച്ചപ്പോൾ അതിൽ ഞങ്ങളൊക്കെ അഭിനയിച്ചു. ഞങ്ങളൊക്കെ നടത്തി ക്യാമറ, രാമേന്ദ്രബാബുവിൻ്റെ ക്യാമറ ഷൂട്ട് ചെയ്ത് ഓർമ്മയുണ്ട്. പക്ഷേ സിനിമ കണ്ടപ്പോൾ ആളുകളിങ്ങനെ നടന്നു പോകുന്നുണ്ടെന്നല്ലാതെ കാണാനില്ല. 35 പൈസയാണ് അന്ന് സിനിമ കാണാൻ, തറ ടിക്കറ്റ്. കശുവണ്ടി പെറുക്കി വിറ്റിട്ടാണ് സിനിമ കാണാൻ പോയത്. എന്നെ കണ്ടുവോ എന്ന് തോന്നി, പക്ഷേ തിരിച്ചറിഞ്ഞില്ല. രണ്ടാമത് പോയി കാണാൻ കയ്യിൽ പൈസയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഭൂലോകമണ്ഡൽ ബാലൻ പറഞ്ഞു, ഈ ഇടവേള വരെ സിനിമാ ടാക്സിൻ്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നിട്ട് ഇടവേളയ്ക്ക് മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങി വരുന്നവരുടെ കൂടെ കയറിയാൽ ഈ വാതിൽക്കൽ ടിക്കറ്റ് ചോദിക്കില്ല. അങ്ങനെ രണ്ടാമതൊരിക്കൽ കൂടി ഞാനതിലുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങി വരുന്ന ആളുകൾ തിരിച്ചു കയറിയപ്പോൾ കൂടെ കയറി. പക്ഷേ വാതിൽക്കൽ നിന്നിരുന്ന സഖാവ് നാരായണൻ നായർ പിടിച്ച് ചെവിക്ക് പിടിച്ച് തിരുമ്മി ഒഴിവാക്കി വിട്ടു. അങ്ങനെ നിർമ്മാല്യം വലിയ അപമാനം തന്ന അനുഭവമാണ്. പക്ഷേ എം ടിയെ അടുത്ത് കണ്ടതന്നാണ്. പിന്നീട് എം ടി എന്ന മഹാഗുരുനാഥൻ്റെ കൂടെ 40 കൊല്ലം ജോലി ചെയ്യാൻ ഭാഗ്യമുണ്ടായി. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൽ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് വിളിച്ചതും പറഞ്ഞതും കേൾക്കാനുള്ള ഒരാളെന്ന നിലയ്ക്ക് എന്നെ കൂടെ കൂട്ടിയതാണ്. മരിക്കുന്നതുവരെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായി. എം ടി അധികം സംസാരിക്കില്ല, പക്ഷേ നല്ല മൂഡിലാണെങ്കിൽ നല്ല രസമൊക്കെ പറയും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പുരികക്കൊടി ചലിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മീശ പിരിക്കുന്ന താളം കണ്ടാൽ, ബീഡി വലിക്കുന്ന താളം കണ്ടാൽ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു പരിശീലനം കിട്ടി. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠശാലയാണ് എം ടി എന്ന് ഒരു ചരിത്രാനുഭവം പോലെ പറയുകയാണ്. മലയാളികളുടെ ആത്മകഥയാണ് എം ടി എഴുതിയത്. ഒരു മലയാളിയുടെ അല്ല, 4 തലമുറകളുടെ ആത്മകഥ, ജീവചരിത്രം ഒക്കെ കഥകളിലും സിനിമകളിലും എഴുതി അനാഥരെയും ദുഃഖിതരെയും നിന്ദിതരെയും നിരാശ്രയരെയും അപകർഷതാബോധമുള്ളവരെയും തിരസ്കൃതരെയും ദരിദ്രരെയും പാവപ്പെട്ടവരെയും അനശ്വരരാക്കി. ചതിയൻ ചന്തുവിനെ ചതിയനല്ലാതാക്കി. അങ്ങനെ സാഹിത്യത്തിൻ്റെ മാജിക്, സിനിമയുടെ മാജിക് പഠിപ്പിച്ച മഹാഗുരുനാഥനായ എം ടിയോടൊപ്പം ദീർഘകാലം സഞ്ചരിക്കാൻ ഭാഗ്യമുണ്ടായി. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് അത് ഗുരുത്വം എന്നൊരു ശക്തി മാത്രമാണ്. ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളതും ഗുരുത്വമുണ്ടാവണമെന്നാണ്. എൻ്റെ മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ശകാരം കുരുത്തം കെട്ടോനെ എന്നാണ്. കുരുത്തം കെട്ടാൽ പിന്നെ ഒന്നിനും പറ്റില്ല. കുരുത്തം എന്ന് പറഞ്ഞാൽ ഗുരുത്വമാണ്. 3 അക്ഷരവും ഒരു മുറുക്കവും എന്നാണ് മുത്തശ്ശി പറയുക. ആ ഗുരുത്വം നേടാൻ വേണ്ടി എത്രയോ ഗുരുക്കന്മാരുടെ കൂടെ നടന്നു. കവി കുഞ്ഞുണ്ണി മാഷയുടെ കൂടെ എത്രയോ വർഷങ്ങൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. മഹാകവി അക്കിത്തത്തിൻ്റെ കൂടെ എത്രയോ കവിയരങ്ങുകളിൽ ഏതാണ്ട് 15-16 വയസ്സിൽ
അക്കിത്തം പോകുന്ന കവിയരങ്ങിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു കുട്ടിത്തരം വേഷമായിട്ട് ഞാനും പോയിരുന്നു. അക്കിത്തം മഹാവിനയാന്വിതനാണ്. അതുകൊണ്ട് എനിക്ക് കാറ് വേണമെന്നൊന്നും അദ്ദേഹം പറയില്ല. ഈ സംഘാടകരോട് പറയും, ഒരു കാറുണ്ടെങ്കിൽ 4-5 കവികളെ ഇവിടുന്ന് കൊണ്ടുപോകാം. അപ്പോൾ ആ കാറിൽ അന്ന് വട്ടംകുളം ശങ്കുണ്ണി, പി എം പള്ളിപ്പാട്, സി വി ഗോവിന്ദൻ, ഏറ്റവും കുട്ടിത്തരം വേഷമായിട്ട് ഞാനും. അങ്ങനെ അക്കിത്തത്തിൻ്റെ കൂടെ ഇടശ്ശേരിയിൽ നിന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിത ചൊല്ലിയതിന് ഒരു സമ്മാനം വാങ്ങാൻ ഭാഗ്യമുണ്ടായി. അതൊരു സാഹിത്യ സമ്മേളനമൊന്നുമല്ല, അതാണ് അത്ഭുതം. പൊന്നാനി താലൂക്ക് കുഷ്ഠരോഗ നിവാരണ വാരാചരണ കമ്മിറ്റി നടത്തിയ കുഷ്ഠരോഗ നിവാരണ ബോധവൽക്കരണ പരിപാടിയിലാണ് ഞാൻ കവിത ചൊല്ലിയത്. അത് ഉദ്ഘാടനം ചെയ്തത് അന്നേ തന്നെ മഹാകവിയായ ഇടശ്ശേരിയാണ്. അന്ന് ഇടശ്ശേരിയുടെ വലിപ്പമൊന്നും അറിയില്ല, പക്ഷേ അദ്ദേഹത്തിൽ നിന്നൊരു സമ്മാനം വാങ്ങാൻ ഭാഗ്യമുണ്ടായി. പി കുഞ്ഞിരാമൻ നായരെ ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിൽ തൊഴുതു നിൽക്കുമ്പോൾ അടുത്ത് ഞാനും പോയി നിന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥകളായ എന്നെ തിരയുന്ന ഞാൻ, കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടിയൊക്കെ വായിച്ചിട്ടുണ്ട്. അന്ന് പാപതീർത്ഥാടകനായ ഒരു കവിയായിട്ടാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമുണ്ടായിരുന്നത്. ഞാൻ ചെന്ന് കാണുമ്പോൾ 2 കണ്ണുകളിൽ നിന്നും ധാരധാരയായി കവിളിലൂടെ കണ്ണുനീരൊഴുകി ഇറങ്ങുന്ന ഒരു രൂപമാണ്. അങ്ങനെയാണ് കണ്ടത്. എന്ത് നേടി ജീവിതത്തിൽ ചോദിക്കുന്നു നക്ഷത്രങ്ങൾ, എല്ലാം കൊടുത്ത് ഞാൻ നേടി കണ്ണുനീർ തുള്ളി. ആ കവിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞാൻ വളരെ ദൂരം സഞ്ചരിച്ചു. പിയുടെ പ്രണയ പാപങ്ങൾ എന്ന ഒരു ജീവചരിത്ര പുസ്തകം പിയെക്കുറിച്ച് എഴുതി. ഒരുപക്ഷെ മലയാളത്തിലെ സമാനതകളില്ലാത്തൊരു പുസ്തകമാണെന്ന് വിലയിരുത്തപ്പെട്ട BRP ഭാസ്കറിനെ പോലുള്ള ആളുകൾ അങ്ങനെ അതിനെക്കുറിച്ച് ഹിന്ദുവിലൊക്കെ എഴുതിയിരുന്നു ആ കാലത്ത്. അങ്ങനെ കുറേ പുസ്തകങ്ങൾ എഴുതാൻ ഭാഗ്യമുണ്ടായതും ഈ അലച്ചിൽ അവധൂത ബൊഹീമിയൻ പാരമ്പര്യങ്ങൾ കൊണ്ടു നടന്ന ഗുരുക്കന്മാർ പഠിപ്പിച്ച യാത്രയാണ്. നിളയുടെ തീരങ്ങളിലൂടെ എന്ന പുസ്തകമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. 1993 അത് DC ബുക്സാണ് പുറത്തിറക്കിയത്. നിളാനദി ഉത്ഭവിക്കുന്ന ത്രിമൂർത്തി മലയിലെ ഒരു തടാകക്കര തൊട്ട് നിളാനദി വന്ന് കടലിൽ ചേരുന്ന പൊന്നാനി അഴിമുഖം വരെയുള്ള ഗ്രാമാന്തരങ്ങളിൽ ഏതാണ്ട് 20 വയസ്സ് മുതൽ 10 കൊല്ലം തുടർച്ചയായി നടന്ന് ഗ്രാമവൃദ്ധന്മാരെ കണ്ട് നാട്ടറിവുകൾ ശേഖരിച്ച് ദേശപുരുഷാർത്ഥങ്ങൾ അന്വേഷിച്ച് നാട്ടറിവ് നാനാർത്ഥങ്ങൾ പഠിച്ച് അക്കദമിക് ചിട്ടവട്ടങ്ങളില്ലാതെ എഴുതപ്പെട്ട ആദ്യത്തെ സാംസ്കാരിക പഠന ഗ്രന്ഥങ്ങളിലൊന്നാണ്. നിർഭാഗ്യവശാൽ അതിന് സമ്മാനങ്ങളൊന്നും ആരും തന്നില്ല. കാരണം അന്ന് അങ്ങനൊരു പുസ്തകം മലയാളത്തിൽ ആദ്യമാണ്. അത് ഏത് ഗണത്തിൽപ്പെടുത്തണമെന്ന് ആർക്കും പറയാനറിയില്ലായിരുന്നു. അന്ന് സംസ്കാര പഠനം എന്നൊരു ശാഖയില്ല, പ്രാദേശിക ചരിത്ര പഠനം എന്നൊരു ശാഖയില്ല, യാത്രാവിവരണത്തിൽ പെടുത്താനും പറ്റില്ല, ലേഖന സമാഹാരവുമല്ല. അങ്ങനെ ഈ നാടോടികളും അവധൂതന്മാരും സൂഫികളും ബൊഹിമിയന്മാരുമായ ഗുരുക്കന്മാർ പഠിപ്പിച്ച ചില പാഠങ്ങൾ എഴുത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യം ഇത് പറയുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിളയുടെ തീരങ്ങളിലൂടെ കോട്ടയത്ത് വെച്ച് തകഴി ശിവശങ്കരപ്പിള്ള നിത്യചൈതന്യ യതിക്ക് കൊടുത്താണ് പ്രകാശിപ്പിച്ചത്. അതിൻ്റെ ഒരു പുനഃപ്രകാശനം പൊന്നാനിയിൽ നടത്തിയത് MT വാസുദേവൻ നായരാണ്. MT അന്ന് യൂറോപ്പിലേക്കൊരു യാത്ര പോവുമായിരുന്നു. MT ക്ഷണിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വരാം, ഞാൻ യൂറോപ്പ് യാത്ര കഴിഞ്ഞ് കോഴിക്കോട് ഇറങ്ങി നേരെ പൊന്നാനിയിലേക്കാണ് വരിക. അദ്ദേഹം വരുമ്പോൾ അത്ഭുതം എന്നല്ല, വാത്സല്യത്തിൻ്റെ മഹാനുഭവം എന്നൊക്കെ പറയാവുന്നൊരു സംഗതി ഉണ്ടായി. പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് വൈറ്റ് നൈൽ എന്നൊരു പുസ്തകം എടുത്തെനിക്ക് തന്നു. അലൻ മൂർഹെഡ് നൈൽ നദിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു നദിയെക്കുറിച്ച് ഒറ്റയ്ക്കൊരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം അലൻ മൂർഹെഡിൻ്റെ പുസ്തകമാണ്. 2 പുസ്തകമുണ്ട്, വൈറ്റ് നൈൽ, ബ്ലൂ നൈൽ. അതിൽ വൈറ്റ് നൈൽ നദിയുടെ ചരിത്രകാരനായ, എൻ്റെ പ്രിയപ്പെട്ട നിളാനദിയുടെ ചരിത്രകാരനായ ലീലാകൃഷ്ണന് കൊടുക്കാൻ ഞാൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഈ ബാഗിലെടുത്ത് വെച്ചതാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ ഗുരുവാത്സല്യം. അന്ന് താരപദവിയിൽ നിൽക്കുന്ന ആളാണ്. ആരുമല്ലാത്ത എനിക്ക് വേണ്ടി എല്ലാ തിരക്കുകൾക്കിടയിലും ഒരു പുസ്തകം പാഠപുസ്തകം പോലെ സമ്മാനിച്ച മഹാഗുരുവാണ് എൻ്റെ വാസുവേട്ടൻ. അങ്ങനെ എത്രയോ ആളുകൾ. MP വീരേന്ദ്രകുമാറിന് പുത്രനെപ്പോലെ ശിഷ്യനെപ്പോലെ വാത്സല്യം ഉണ്ടായിരുന്നു. KP നാരായണ പിഷാരടി എന്ന മഹാഗുരുനാഥൻ്റെ കൂടെ എത്രയോ സഞ്ചരിച്ചു ഞാൻ. പൂമുള്ളി 6ാം തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന അറിവിൻ്റെ തമ്പുരാൻ്റെ സദസ്സിലൊരു കുട്ടിത്തരം വേഷമായിട്ടിരിക്കാൻ ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിനെ അറിവിൻ്റെ തമ്പുരാൻ എന്ന് വിളിക്കാൻ കാരണമായ ലേഖനം ഞാൻ 89-90 കാലത്ത് കലാകൗമുദിയിൽ എഴുതിയതാണ്. അറിവുകൾക്കൊരു തമ്പുരാൻ.
ലോകത്തെ പരിചയപ്പെടുത്താൻ, അറിവുകളുടെ തമ്പുരാനെ പരിചയപ്പെടുത്താനുള്ള മഹാഭാഗ്യം എനിക്കാണ് ആ കാലത്ത് കൈവന്നത്. പി ചിത്രൻ നമ്പൂതിരിപ്പാട് എന്ന മഹാഗുരുനാഥൻ സ്ഥാപിച്ച വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. അദ്ദേഹം നേരിട്ട് എന്നെ പഠിപ്പിച്ചില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം കേട്ടത്. 30 തവണ ഹിമാലയം കയറിയ 104ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടുപോയ ചിത്രൻ നമ്പൂതിരിപ്പാടിൻ്റെ കൂടെ എത്രയോ വേദികളിൽ ഞാൻ പങ്കെടുത്തു. പ്രഭാഷകൻ എന്ന നിലയ്ക്ക് സുകുമാർ അഴീക്കോടിൻ്റെ കൂടെ എത്രയോ വേദികളിൽ. ഒരു ഘട്ടത്തിൽ അഴീക്കോട് മാഷ് എനിക്ക് തന്ന ഏറ്റവും വലിയ ബഹുമതി, ലോകത്തേത് അവാർഡിനേക്കാളും വലിയ അവാർഡായിട്ട് ഞാനത് ഓർക്കുന്നുണ്ട്. അവസാനത്തെ അഭിമുഖങ്ങളിലൊന്നിൽ അഭിമുഖകാരൻ ചോദിച്ചു, പ്രഭാഷണ കല മാഷോടുകൂടി അവസാനിക്കുമോ? മറുപടി, രാഷ്ട്രീയ രംഗത്ത് പ്രഭാഷകരെ ആരെയും കാണാനില്ല. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലോ? മറുപടി, കാരശ്ശേരിക്ക് കാര്യങ്ങളറിയാം, പക്ഷെ പറയാനറിയില്ല. ഇപ്പോഴുള്ള പ്രഭാഷകരിൽ പറയാനറിയുന്നവൻ ലീലാകൃഷ്ണനാണ്. ജീവിതത്തിൽ എനിക്ക് കൈവന്ന നൊബേൽ സമ്മാനത്തെക്കാളും വലിയ സമ്മാനമാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് വിചാരിക്കുന്നു, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെന്നല്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഗുരുക്കന്മാർ തന്നതാണ്. ഈ കഴിഞ്ഞ 60 വർഷം, 65 വയസ്സിൽ 60 വർഷം എടുത്താൽ മതി, 5 വയസ്സിലെ ഓർമ്മ തെളിഞ്ഞിട്ടുണ്ടാവും. ഈ 60 വർഷം കേരള ചരിത്രം മുന്നോട്ട് കൊണ്ടുപോയ വലിയ പ്രതിഭാശാലികളായ ഗുരുനാഥന്മാരുടെ കൂടെ സഞ്ചരിക്കാൻ ഭാഗ്യമുണ്ടായി. ഒരർത്ഥത്തിൽ കേരളം ആ ഗുരുനാഥന്മാരോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി, 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ചെയ്യുന്നൊരു കെട്ട കാലത്ത് പലസ്തീനിലെ കുട്ടികൾ മരിക്കുന്നതിനെക്കുറിച്ച് സങ്കടപ്പെട്ടാൽ പോലും 98 വയസ്സായ വയോധികയായ മലയാളത്തിൻ്റെ മാതാവായ ലീലാവതി ടീച്ചർക്ക് സമൂഹത്തിൻ്റെ നിന്ദനം കേൾക്കേണ്ടി വരുന്ന കാലത്ത് എവിടെയാണ് മനുഷ്യൻ സ്നേഹത്തിൻ്റെ മണിച്ചെപ്പ് മറന്നുവെച്ചത് എന്ന വിഷാദമാണ് എന്നെപ്പോലുള്ള എഴുത്തുകാരെ നയിക്കുന്നതും ജീവിപ്പിക്കുന്നതും. ഒരുപക്ഷെ ഇതൊക്കെ മാറ്റാൻ എഴുത്തുകാർക്ക് സാധിച്ചു എന്ന് വരില്ല, പക്ഷെ സർഗാത്മകത ഒരു പ്രത്യാശ സമ്മാനിക്കുന്നുണ്ട്. എല്ലാ കണ്ണുനീരിനും അപ്പുറത്ത് ഒരു ചിരിയുടെ വെളിച്ചം നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. സാഹിത്യം അതാണ് ലോകത്തിന് തന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പൊന്നാനി കളരിയിലാണ് ഞാൻ പിച്ച വെച്ചത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എൻ്റെ ആദ്യത്തെ ചെറുകഥ അച്ചടിച്ചു വന്നത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലാണ്. 79 പൊന്നാനി MES കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആ കഥ അച്ചടിച്ചു വന്നത്. അത് തിരഞ്ഞെടുത്തത് ഉറൂബാണ്. ഉറൂബ് പൊന്നാനിക്കാരനാണ്, PC കുട്ടികൃഷ്ണമേനോൻ. അദ്ദേഹം അന്ന് മനോരമ വീക്കിലിയുടെ എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ കത്ത് വന്നു, കഥ തിരഞ്ഞെടുത്തു. എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പറയാൻ കഴിയില്ല, അത്രയധികം കഥകൾ കെട്ടിക്കിടക്കുന്നു. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കഥ അച്ചടിച്ചു വന്നത്. നിർഭാഗ്യവശാൽ അത് ഉറൂബ് മരിച്ചതിന് ശേഷമായിരുന്നു. മരിച്ചതിന് ശേഷം ഉറൂബിന് സ്മരണാഞ്ജലിയായി ഇറങ്ങിയ ലക്കത്തിലാണ് എൻ്റെ കഥ അച്ചടിച്ചു വന്നത്. മരിച്ചതിന് ശേഷവും ആ വാത്സല്യം ഞാൻ അനുഭവിച്ചു. M. ഗോവിന്ദൻ്റെ കൂടെ അത്യാവശ്യം സഞ്ചരിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ കൂരടയിൽ നിന്ന് വള്ളത്തോൾ വിദ്യാപീഠത്തിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിച്ചു കൊണ്ടുവന്നത് ഞാനാണ്. കടവനാട് കുട്ടികൃഷ്ണൻ്റെ കൂടെ കുറേ കാലം പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായി. C. രാധാകൃഷ്ണൻ ഗുരുസ്ഥാനീയനായി ഇപ്പോഴും കൂടെയുണ്ട്. ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ ഇരുമ്പൻ ഗോവിന്ദൻ നായർ മതം മാറി സുലൈമാനാവും. സുലൈമാൻ ആയപ്പോഴും അദ്ദേഹത്തെ ആളുകൾ വിളിച്ചത് ഇരുമ്പൻ സുലൈമാൻ എന്നാണ്. അയാൾ പിന്നീട് കോഴിക്കോട് കല്ലായിയിൽ മരച്ചാപ്പയിൽ ജോലി ചെയ്യുന്ന കാലത്ത് മരച്ചാപ്പയിൽ ചായക്കച്ചവടം ചെയ്യുകയായിരുന്ന 2 കുട്ടികളുള്ള ഖദീജ എന്ന പെണ്ണിനെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് അവിടെ ജീവിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ കല്ലായി പുഴയിൽ ചാടി ചാവാൻ ശ്രമിക്കുന്നത്. ആത്മഹത്യക്ക് ശ്രമിച്ച ആ യുവാവിനെ സുലൈമാൻ രക്ഷിക്കും. കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് ഒരു വലിയ സത്യം അദ്ദേഹം അറിയുന്നത്. ഈ വിശ്വനാഥൻ, ആത്മഹത്യക്ക് ശ്രമിച്ച വിശ്വനാഥൻ, താൻ ഗോവിന്ദൻ നായരായിരുന്ന കാലത്ത് തനിക്കൊരു സ്ത്രീയിലുണ്ടായ മകനാണ്. ഇപ്പോൾ താൻ സുലൈമാനാണ്, ഖദീജയുടെ കെട്ടിയോനാണ്, തൻ്റെ മകനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്.
ഇത് ഖദീജയോട് എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും? ഒരു നാടകീയ പ്രതിസന്ധി സൃഷ്ടിച്ച് ആ നോവലിൽ ഒരു സന്ദർഭം ഉറൂബുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം സുലൈമാൻ ഭാര്യയോട് തുറന്നു പറയും. എന്നിട്ട് അവളുടെ സ്തോഭം കാണാൻ മുഖമുയർത്തുമ്പോൾ അവളുടെ മുഖത്ത് യാതൊരു സ്തോഭ വ്യത്യാസവും ഇല്ല. ഖദീജ, വിശ്വനാഥൻ എൻ്റെ മകനാണ്, നിനക്കിത് താങ്ങാൻ കഴിയോ? അതിന് ആ സ്ത്രീ പറയുന്നൊരു മറുപടിയുണ്ട്. അതെന്ത് ചെയ്യുന്നു, എൻ്റെ 2 മക്കളെ നിങ്ങൾ പോറ്റണില്ലേ, അപ്പം നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടല്ലേ? അത് കഴിഞ്ഞ് ഉറൂബ് ഒരു വാചകം കൂടി എഴുതിയിട്ടുണ്ട്. ആ നിമിഷത്തിലേതുപോലെ അത്രയും സുന്ദരിയായി അവളെ അയാൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെ ഉറൂബ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യസ്നേഹം വർദ്ധിക്കുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന ചൈതന്യമാണ് സൗന്ദര്യം. സുന്ദരികളും സുന്ദരന്മാരുമാണ് എല്ലാ മനുഷ്യരും. മർത്യൻ സുന്ദരനാണെന്ന് പറഞ്ഞ് ഇടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്. ഇപ്പോൾ പൊന്നാനി പഠിപ്പിച്ചത്, ഇടശ്ശേരി 2 മതത്തിലെ ആളുകളെ ചേർത്ത് കഥ പറഞ്ഞു, ഉറൂബ് 2 മതത്തിലും ജീവിച്ച ആളുകളുടെ കഥ പറഞ്ഞു, MT വാസുദേവൻ നായരുടെ അസുരവിത്തിലും ഗോവിന്ദൻകുട്ടി മതം മാറി അബ്ദുള്ളയാകുന്നുണ്ട്, KP രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥയിലും കാർത്തു മതം മാറി മുസ്ലിം സ്ത്രീയാകുന്നുണ്ട്, മാധവിക്കുട്ടി എന്ന എൻ്റെ ആമി ഒപ്പു മതം മാറി കമലാസുരയായിട്ട് ജീവിച്ചു. ഇസ്ലാമും ഹിന്ദുവും ഒരുപോലെ മനുഷ്യനെ പുണർന്നു നിൽക്കുന്ന അനുഭവം പൊന്നാനി പഠിപ്പിച്ചതാണ്. മതത്തിൻ്റെ പേരിൽ ഒരു കലഹങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ക്രിസ്തു മതവിശ്വാസികൾ ധാരാളമുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് ഞാൻ സുവിശേഷ മഹായോഗങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ്, സുവിശേഷ ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരാളാണ്. ഇന്നും എൻ്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും തെളിഞ്ഞ ഒരു വാചകമുള്ളത് വിശുദ്ധ ബൈബിളിലേതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയും, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. ഇത്രയും ഉദാത്തമായൊരു നിർവചനം ദൈവത്തെക്കുറിച്ച് വേറെ ഞാൻ വായിച്ചിട്ടില്ല. സ്നേഹമില്ലെങ്കിൽ ദൈവമില്ല. ബൈബിളിൽ കൊറിന്ത്യർക്കുള്ള കത്തുകളിൽ പലയിടത്തും പറയുന്നുണ്ട്, സ്നേഹം വിധിക്കുന്നില്ല, സ്നേഹം കൽപ്പിക്കുന്നില്ല, സ്നേഹം ദ്വേഷിക്കുന്നില്ല. നിങ്ങൾ എന്തു തന്നെ നേടിയാലും നിങ്ങളിൽ സ്നേഹമില്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം മുഴങ്ങുന്ന ചേങ്ങിലത്തിൻ്റെ മുഴക്കം പോലെ ആയിരിക്കും. അപ്പോൾ ഈ സ്നേഹം എന്ന ഒരു അനുഭവമാണ് പൊന്നാനി സാഹിത്യത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, പൊന്നാനി MES കോളേജിലാണ് ഞാൻ പഠിച്ചത്. പ്രീ ഡിഗ്രിക്ക് കഥാപ്രസംഗം ചെയ്തിട്ടുണ്ടാക്കിയ പണം കൊണ്ട് പഠിച്ചു, കഥാപ്രസംഗം കൊണ്ട് പഠിച്ചു വലുതായി, കഥാപ്രസംഗം കോളേജിൽ അവതരിപ്പിച്ചു, സർവകലാശാല കലോത്സവങ്ങളിൽ സമ്മാനം നേടി. ഇപ്പോഴും ആ ജീവിതം ഓർമ്മയുണ്ട്. ഞങ്ങൾ പൊന്നാനി മരക്കടവത്ത് ഇറങ്ങി, കിണർ സ്റ്റോപ്പിലിറങ്ങി വലിയ ജുമാത്ത് പള്ളി വലം വെച്ചിട്ടാണ് കോളേജിലേക്ക് പോവുക. അന്ന് പടിഞ്ഞാറേക്ക് മക്കയിലേക്ക് നോക്കുന്നത് പോലെ നോക്കി നിന്ന് ദസ്വിയുടെ മണികളിൽ തെരുപ്പിടിപ്പിച്ചു കൊണ്ടിരുന്ന സൂഫി വര്യന്മാരെ കണ്ടിട്ടുണ്ട്. അവരും സന്യാസിമാരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പൊന്നാനി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. ഞാൻ ആ കാലത്താണ് കുറച്ചു കാലം നക്സലൈറ്റ് സഹയാത്രികനായത്. നക്സലൈറ്റ് ആയില്ല, അന്ന് അവർക്കൊരു സാംസ്കാരിക സംഘടനയുണ്ടായിരുന്നു, ജനകീയ സാംസ്കാരിക വേദി. അന്നൊരു വേലായുധൻ, കുന്നക്കാട്ട് വേലായുധൻ എന്ന ഒരു നക്സൽ സഹചാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രേരണ മുതലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ കൊണ്ടുതരും, തപാലിൽ അയച്ചു തരും. അങ്ങനെ കുറച്ചു കാലം അയാളുടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ട് കഥാകൃത്തായ P. സുരേന്ദ്രൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ കുറച്ചു കാലം ജനകീയ സാംസ്കാരിക വേദിക്കാരായിട്ട് പ്രവർത്തിച്ച കാലമുണ്ട്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം അതുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഈ ജനകീയ സാംസ്കാരിക വേദികളുടെ ചില പരിപാടികളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പൊന്നാനിയിൽ വന്ന് ആദ്യം കവിത ചൊല്ലിയത് ജനകീയ സാംസ്കാരിക വേദിയുടെ വേദിയിലാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കൂടെ ഞാനും ഒരിക്കൽ കവിത ചൊല്ലി. അദ്ദേഹം കുറത്തി ചൊല്ലി നിർത്തിയിട്ട് പറഞ്ഞു, അനിയ ഇനി ഇത്തിരി വിശ്രമിക്കട്ടെ, നീ ഒരു കവിത ചൊല്ല്. അപ്പോൾ അദ്ദേഹം കുറത്തി ചൊല്ലിയ അതിഗംഭീര മേഘ സ്ഫോടന ശബ്ദത്തിന് ശേഷം ദുർബല ശബ്ദത്തിൽ ഞാൻ എങ്ങനെയാണ് കവിത ചൊല്ലുക എന്ന് പേടിച്ചിട്ടാണ് തേവിടിശിപ്പൂക്കളെന്ന് എൻ്റെ കവിതയെ ഞാൻ ചൊല്ലിയതെന്ന്. അത് കഴിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് മദ്യം മണക്കുന്ന ഒരു ചുംബനം തന്നതും ഓർമ്മയുണ്ട്. അക്കാലത്താണ് ഈ ജനകീയ സാംസ്കാരിക വേദിയായിട്ട് സഹകരിച്ച കാലം. ആ സമയത്താണ് എൻ്റെ കഥ, നേരത്തെ ഞാൻ പറഞ്ഞ കഥ മനോരമ ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്നത്. ആ കഥ പ്രമേയമാക്കിയത് ഒരു വിചിത്ര കഥയാണ്. ഒരു വിപ്ലവകാരി പ്രണയത്തിൽ കുടുങ്ങി വിപ്ലവത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് പ്രമേയം. പ്രണയം
കാമുകഭാവം അയാളെ വിപ്ലവത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നു. ഈ കഥ അച്ചടിച്ചു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 12 പേജുള്ളൊരു ഭീഷണി കത്ത് എനിക്ക് കിട്ടി. അതിൻ്റെ താളുകളിലൊക്കെ രക്തമിങ്ങനെ ഒലിച്ചിറങ്ങുന്ന ചിത്രം ചാന്തോ മറ്റോ ഒലിപ്പിച്ചിരിക്കുകയാണ്. അതിലെ ചില വാചകങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ചരിത്രത്തെ പിറകോട്ട് വലിക്കുന്ന 5 പത്തികൾക്കും വിപ്ലവ വഞ്ചകർക്കുമുള്ള സ്ഥാനം മരണത്തിൻ്റെ കിടക്കയാണ്. മരണം നിന്നെ കാത്തിരിക്കുന്നു. ഒറ്റുകാരെ 5 പത്തികളെ ഒരിക്കലും വിപ്ലവകാരികൾ വെച്ച് പൊറുപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഭീകരമായൊരു ഭീഷണിക്കത്താണ്. അത് വായിച്ച് പരിഭ്രാന്തനായി അനേക ദിവസങ്ങൾ ഉറങ്ങാതെ കഴിച്ചു കൂട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വേലായുധം കുന്നേക്കാട്ടിന് കത്തയച്ചു, ഇനി മെയിലിൽ എനിക്ക് ഈ വക സാഹിത്യമൊന്നും അയച്ചു തരരുത്. അങ്ങനെയാണ്. അപ്പോഴേക്കും കേണിച്ചിറ മത്തായി വധക്കേസുണ്ടായി. അതോടുകൂടി ഉന്മൂലനത്തിൻ്റെ ഈ പ്രസ്ഥാനവുമായിട്ട് മാനസികമായിട്ട് സഹകരിക്കാനേ പറ്റാതെയായി. എങ്കിലും ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് വിദ്യാർത്ഥി കാലം മുതൽ പ്രവർത്തിച്ചത്. ഇപ്പോഴും ആശയപരമായും സാംസ്കാരികമായും ഇടത് സഹയാത്രികനാണ്. പക്ഷേ ഒരു പാർട്ടിയിലും എനിക്ക് അംഗത്വമില്ല. വിമർശിക്കാൻ പറ്റുന്നിടത്തൊക്കെ വിമർശിക്കാറുണ്ട്. പ്രഭാഷകൻ എന്ന നിലയിൽ ഇപ്പോൾ കേരളത്തിൽ ഞാൻ പോയി പ്രസംഗിക്കാത്ത ഗ്രാമങ്ങളും നഗരങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. കഥാപ്രസംഗം നിർത്തിയപ്പോൾ പ്രസംഗമാണ് തൊഴിൽ. അതുകൊണ്ട് മനസ്സിലായ ഒരു കാര്യം, അടിത്തട്ടിലെ മനുഷ്യർ ഇപ്പോഴും സത്യസന്ധരും നിഷ്കളങ്കരും ആത്മാർത്ഥതയുള്ളവരും സ്നേഹമുള്ളവരുമാണ്. ഹിംസാത്മകത അടിസ്ഥാന ജനവർഗത്തെ ബാധിച്ചിട്ടില്ല. ഇടയ്ക്ക് ഈ ലൂസ് വരും. വന്നാൽ ലുങ്കി കണ്ടാൽ അഴിച്ചോടും. അതുണ്ടായിരുന്നൊരു കഥാപാത്രമാണ്. അങ്ങനെ ഒരിക്കൽ കോഴിക്കോട്ടേക്കോ കൊയിലാണ്ടിക്കോ വെറ്റിലയും കൊണ്ട് കുറ്റിപ്പുറത്തുനിന്ന് പോകുകയായിരുന്ന ഒരു കച്ചവടക്കാരൻ. അദ്ദേഹം ഏറ്റവും മുന്നിലെ ബോഗി കയറാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഹിളർ എന്ന് പറഞ്ഞവൻ ഓടിച്ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ലുങ്കി അഴിച്ചോടിയത്. നിർഭാഗ്യവശാൽ അദ്ദേഹം മുണ്ടിനടിയിൽ ഒന്നും ധരിച്ചിരുന്നില്ല എന്നും ഈ വെറ്റിലക്കൊട്ടയുമായി പിറന്നപടി ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടി വന്നു എന്നൊരു കഥയായിരുന്നു വാസ്തവത്തിൽ തിളക്കമെഴുതാൻ പ്രേരണ.